ഞാൻ ആ പാട്ട് എന്താണെന്ന് കേട്ടില്ല. ഞാൻ ആ പാട്ട് എന്താണെന്ന് കേട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പാട്ടിന്റെ വരികളൊക്കെ അദ്ദേഹത്തെ കൊണ്ടുപോയി ഈ പറയുന്ന ധനകാര്യ വകുപ്പിലെ പുത്തൂർ ചിത്രസേനൻ മുഖ്യമന്ത്രി ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, ഇതാണ് വരികൾ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടോ, തിരുവുള്ളക്കേട് ഉണ്ടാകുമോ, അങ്ങനെ ചോദിക്കുന്ന ഒരു ശൈലിയും അങ്ങ് പറഞ്ഞ ഭരണഘടനയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. എന്തായാലും ഈ ചിത്രസേനനെ അങ്ങനെ ഒരു പാട്ട് എഴുതാനായിട്ട് എം വി ഗോവിന്ദൻ ചുമതലപ്പെടുത്തിയിട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇപ്പം വല്ലാതെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലേശം പോഴത്തൽ വന്നാൽ തന്നെ അതിന് വല്ലാത്ത അസ്വാസ്ഥ്യം നിങ്ങൾക്ക് ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് കാണാൻ കഴിയുന്ന ഒരു കാരണം അന്ധമായ പിണറായി വിരോധമുണ്ട്. പിണറായി വിജയനെ കുറിച്ച് നല്ലതൊന്നും ആരും പറയാൻ പാടില്ല എന്നുള്ള ഒരു വിചാരമുണ്ട്. അതിന് എനിക്ക് സംശയമില്ല. എന്നാൽ അങ്ങനെയാണെങ്കിൽ പാട്ടുണ്ടാക്കിയ ആൾ എൻ്റെ അടുത്ത് വരട്ടെ, ഇതുവരെ വന്നിട്ടില്ല. സകലമാന കുറ്റങ്ങളും എന്റെ തലയിൽ ചാർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. 90% ചർച്ചകളിലും മുഖ്യമന്ത്രി പിണറായി വിജയനെ, അതുപോലെ തന്നെ ഭരണത്തെ, നവകേരള സദസ്സിനെയൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ ഒരു ലാബിൽ നടക്കുന്ന ഡിസെക്ഷൻ പോലെയായിരുന്നു. ആ രീതിയിൽ വിമർശിച്ചിട്ടുള്ളവരാണ് നമ്മൾ എല്ലാവരും. അങ്ങനെ ആളുകൾക്ക് വല്ലാത്ത വിഷമം സ്വാഭാവികമായിട്ടുണ്ടാവും. അതങ്ങനെ കാണുന്നതായിട്ടുണ്ട്. മറ്റുള്ളവരെ കുറിച്ച് പാടുന്നില്ല, പിണറായിയെ കുറിച്ച് പാടുന്നു. പിണറായി വിജയനെ കുറിച്ച് പാടുന്നെങ്കിൽ അത് പിണറായി വിജയന്റെ മിടുക്കാണ് എന്ന് അംഗീകരിക്കാൻ ഉണ്ണിസാറിന് കഴിയില്ല. ഞങ്ങളാരും വ്യക്തിപൂജക്ക് നിന്ന് കൊടുക്കുന്നയാളല്ല. ഇത്രയ്ക്ക് അസഹിഷ്ണുത പാടില്ല എന്നുള്ളതാണ്. പുകഴ്ത്തലും കേൾക്കാനും വിമർശനം കേൾക്കാനും ഒരേ രീതിയിലുള്ള സഹിഷ്ണുതയുള്ള ചെവികൾ ഉണ്ടാവുക എന്നതാണ് പ്രധാനം. ഹലോ, കിട്ടിട്ടാ കിട്ടി അറിയുന്ന എത്ര എണ്ണം കിട്ടി? നമുക്കൊരാളെ ഇഷ്ടമല്ല എന്ന് കരുതി അയാളെ കുറിച്ച് മറ്റാരും നല്ലത് പറയാൻ പാടില്ല എന്നുള്ള ഒരു വിചാരം ശരിയല്ല. ശക്തമായ മർദ്ദനങ്ങളേറ്റ ധീര സാരഥി.